ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് തലയെടുപ്പുള്ള കൊമ്പൻ എന്നൊക്കെ നമ്മൾ ചില ആനകളെ കാണുമ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ നല്ല തലയെടുപ്പുള്ള ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് ഏറ്റവും വലുതിന്റെ ഇമ്പോർട്ടൻസ്. വീടൊരു സംഭവം തന്നെയാണ്, അത് കാര്യം വേറെ. പക്ഷെ ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ടെമ്പിൾ എല്ലാവർക്കും അറിയുന്നതാണ്. തൃക്കാക്കര അമ്പലത്തിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. റോഡിൽ നിന്നും ഒട്ടും ദൂരമില്ലാതെ, റോഡിനോട് വളരെ അടുത്ത് മനോഹരമായി നല്ല തലയെടുപ്പുള്ള ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീടിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 സെന്റ് 6.5 സെന്റിൽ 3800 സ്ക്വയർ ഫീറ്റിലാണ് 3800 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് തൃക്കാക്കര ടെമ്പിളിലേക്ക് 1 കിലോമീറ്റർ ആണ് വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 4 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററുമാണ് വരുന്നത്. ഇവിടെ നിന്നും ഇടപ്പള്ളിയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താം. 7 കിലോമീറ്റർ മാത്രമാണ് ഇടപ്പള്ളിയിലേക്കുള്ള ദൂരം വരുന്നത്. തൃക്കാക്കര ടെമ്പിളിനടുത്ത് വീടുകൾ ചോദിച്ച ഒരുപാട് കോളുകൾ നമുക്ക് വരാറുണ്ട്. അപ്പം എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ട് നല്ലൊരു റേറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീട്ടിലേക്കുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, മെയിൻ റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് റോഡ് വിസിബിൾ ആണ്. റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനിലൊക്കെയാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ട് 2 എഗ് ഷേപ്പുള്ള ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് വന്നിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അകത്ത് കയറാം. റിമോട്ട് ഓപ്പറേറ്റഡ് ആയ ഈ ഒരു ഗേറ്റ് തുറന്ന് നമ്മളിപ്പോൾ ഈ വീടിന്റെ കാർ പോർച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന ഒരു കാർ പോർച്ചിൽ ഈ ഒരു റൂഫിന്റെ അണ്ടറിൽ നമുക്ക് 2 വാഹനങ്ങൾക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ വരുന്ന ആ ഒരു സ്പേസിൽ നമുക്ക് ഒരു കാർ കൂടി പാർക്ക് ചെയ്യാം. ടോട്ടൽ നോക്കുവാണെങ്കിൽ നമുക്ക് 3 കാറുകൾക്ക് വരെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. കാർ പോർച്ചിന് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോറിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് നല്ല നീളത്തിലുള്ള സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിലെല്ലാം തന്നെ പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിലോട്ടുള്ള ഒരു സ്പേസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല വിഡ്ത് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്കെല്ലാം കംപ്ലീറ്റ്ലി ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സായ കിണർ വരുന്നത് ബാക്ക് സൈഡിലാണ്. കിണർ കൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. ഇനി നമുക്ക് നേരെ വീടിന്റെ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഗാർഡനിങ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ട് അതിനകത്തെല്ലാം ചെറിയ ഫ്ലവേഴ്സും പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇതുപോലെ ഈ ഒരു പോർഷൻ കഴിഞ്ഞ ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നേരെ ബാക്കിലേക്ക് പോകാനുള്ള സ്പേസ് ആണ്. അവിടെയെല്ലാം നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായ ഒരു കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ഇതേ സെയിം ടൈൽ തന്നെയാണ് നമുക്ക് വീടിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കിയാൽ കാണാം അവിടെ ഒരു ചെറിയ ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ ഭംഗിയുള്ള ബോൾ ഷേപ്പിലുള്ള ഒരു ലൈറ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിനായിട്ട് കിട്ടുന്നത്. ഏകദേശം ഒരു 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്.
നമുക്ക് ഷൂസ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ഷൂ റാക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതും വളരെ സേഫ് ആയിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഷൂ റാക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഇതാണ്. നിങ്ങൾക്ക് കാണാം ടീക്ക് വുഡിലാണ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഡോർ തുറന്നിട്ട് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. 2 പീസിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മളിപ്പോൾ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഇന്റീരിയറോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലിവിംഗിൽ കിട്ടുന്നത്. ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകളാണെങ്കിലും ഓരോ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം തന്നെ ഈ കാണുന്ന വീടിന്റെ ഓരോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഓരോ ഘട്ടത്തിലും തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും നല്ല പ്യൂരിറ്റിയോട് കൂടിയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാണുന്നത് റയർ ആണ്. വളരെ ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയ ലൈറ്റ് ഡിസൈൻസ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് അവിടെയായിട്ട് 2 വിൻഡോസ് വിസിബിൾ ആണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് 3 വിൻഡോസും ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടുത്തെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വുഡുകളെല്ലാം തന്നെ നമുക്ക് മെയിൻ ഡോറുകളുടെ ആണെങ്കിലും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള വിൻഡോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫ്രെയിംസ് എല്ലാം ടീക്ക് വുഡിലാണ്. മുകളിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റ് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇന്റീരിയർ വർക്കുകളും വോളിൽ വരുന്ന ഓരോ വർക്കുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിനായിട്ട് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും വുഡൻ വർക്കുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ഏത് മതത്തിൽ ഏത് വിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമുക്കൊരു ആരാധനാമൂർത്തി ഉണ്ടാകും. അപ്പൊ ആ ഒരു ആരാധനാമൂർത്തിയുടെ ഒരു ഫോട്ടോ ആണെങ്കിലും വിഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വെക്കാനും വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയ നമുക്കൊരു പ്രെയർ അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ളതുമായ വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്, LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഫാൻ ഫിറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആവും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഇതിന്റെ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് വലിയൊരു 2 ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും വളരെ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് ഈ വീടിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഇവിടെ നിന്ന് ഗ്ലാസ് ഡോർ കൊടുത്തിരിക്കുന്നതിന്റെ ഡോറിലുള്ള ഈ ഒരു ഹാൻഡിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഒരു ആനയുടെ ഫ്രണ്ട് പോർഷൻ, ആനയുടെ ആ ഒരു തുമ്പിക്കൈയും തലയും എല്ലാം വരുന്ന ഭാഗമാണ് ഹാൻഡിലായിട്ട് പോലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഡൈനിങ് സ്പേസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു 8 പേരെ വരെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസ് വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ ക്രോക്കറി ഷെൽഫിനുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് CCTV കണക്റ്റഡ് ആണ്. അതിന്റെ ആ ഒരു നമുക്ക് ലാപ്ടോപ്പ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ക്രോക്കറി ഷെൽഫ് കൂടാതെ അതിന്റെ താഴെ ഭാഗത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് അവിടെ ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. അതിനകത്ത് നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ടഫിന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയർ ആണ് മുകളിൽ നിന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. റൂഫിലുള്ള വർക്കുകൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. അതുപോലെ നമ്മൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വോള് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള വൈറ്റ് കളറിൽ ഗോൾഡൻ ഫിനിഷ് വരുന്ന ടൈലാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന കംപ്ലീറ്റ് വോളിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ സ്റ്റെപ്പിന് ഇവിടെ നിൽക്കുന്ന സമയത്ത് വലിയൊരു ഓപ്പണിംഗ് കാണാം. അകത്ത് നമുക്ക് നല്ല സേഫ് ആയിട്ട് ഗ്രിൽ ഇട്ടിട്ടുണ്ട്. പുറത്ത് നോക്കുവാണെങ്കിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് 2 നിലയിലായിട്ടാണ് നമുക്ക് 2 ആയിട്ടാണ് ഈ കാണുന്ന വലിയൊരു വിൻഡോ നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഇവിടേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
അതുകൂടാതെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഇവിടുത്തെ നമുക്ക് ഈ ഒരു വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള വാർഡ്രോബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് എക്സ്ട്രാ ഒരു സ്പേസും അതിനെ കൂടാതെ ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ വോളിൽ കാണുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു വരുന്ന ടൈലാണ് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ അധികമൊന്നും വീടുകളിൽ കാണാത്ത ഇന്റീരിയർ വർക്കുകളും ടൈലുകളും വുഡൻ വർക്കുകളൊക്കെയാണ് ഈ ഒരു വീട്ടിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു വുഡൻ ഒരു പാനലിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നമുക്കൊരു ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ വോളിൽ വന്നിട്ട് ഭംഗിയുള്ള 3 പിക്ചേഴ്സും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 3 പെയിന്റിങ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി മാത്രമല്ല ഇന്റീരിയർ ചെയ്തിരിക്കുന്ന കാര്യത്തിലും വളരെ ഭംഗിയായിട്ടും സെലക്റ്റീവ് ആയിട്ടുമാണ് ഓരോ കാര്യങ്ങളും ഇതിന്റെ ബിൽഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ റൂഫിൽ ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് സിംബോളോയുടെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കിട്ടുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ സെറയുടെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്, സിംബോളോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വോൾ ടൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയയാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്ന ആ ഭാഗത്തുള്ള ഗ്രാനൈറ്റ് ആണെങ്കിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗം കബോർഡായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റും ഭംഗിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മിറർ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഒരു ബെഡ്റൂം ആ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഇവിടെ ആയിട്ടൊരു കോമൺ ആയിട്ട് നമുക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ആ കോമൺ ടോയ്ലറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ അവർക്ക് യൂസ് ചെയ്യാൻ, സെർവൻ്റ് ഉള്ളവർക്ക് അവർക്കും യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താഴത്തെ ഒരു ബെഡ്റൂം കണ്ടു. നമുക്കിനി താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെയും ഒരു കിങ് സൈസ് ആ ഒരു കോട്ടിടാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എങ്കിൽ പോലും നമുക്ക് അതിനുശേഷവും എക്സ്ട്രാ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. അവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ കോമ്പിനേഷനുകളിൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഗോൾഡൻ കളർ ടൈല് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ആ ഒരു വാർഡ്രോബ് കൂടാതെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഭാഗത്തായിട്ടും കൂടെ വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിത്ത് മിററോട് കൂടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വോളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മുകൾ ഭാഗത്ത് ഏകദേശം ഹാഫ് പോർഷൻ വരെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള 3 പെയിന്റിങ്സും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമും നമ്മൾ നേരത്തെ കണ്ടത് പോലെയുള്ള സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊണ്ട് സെപ്പറേഷൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ വാഷ് ഏരിയയുടെ ഭാഗത്തേക്കൊക്കെയാണ് നമ്മൾ വരുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിന് നമുക്ക് ആക്ച്വലി 2 എൻട്രൻസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ മെയിൻ എൻട്രൻസ് അതാണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ചെറിയ ഓപ്പൺ കൗണ്ടർ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 6-7 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണകത്ത് ലഭിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിയാൽ കാണാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ബാക്കി എല്ലാ വോളുകളും നോക്കിയാൽ കാണാം വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ഗ്യാസ് പ്യൂർ ഫ്ലെയിംസിന്റെ ചെയ്തിട്ടുണ്ട്. സെയിം കമ്പനിയുടെ തന്നെ പ്യൂർ ഫ്ലെയിംസിന്റെ തന്നെ ചിമ്മിണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ വരുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരു വുഡൻ സ്പേസ് കൊടുത്തിട്ട് അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്.
മുകളിൽ 2 ലെയറിലും താഴെയുള്ള ലെയറിലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. കിച്ചന്റെ മെയിൻ എൻട്രൻസ് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമുക്ക് ഒരു കൗണ്ടർ പോർഷൻ കിട്ടുന്നത് ഈ ഭാഗത്താണ്. ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ടും ഗ്രാനൈറ്റ് പീസിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിന്റെ നമുക്കിപ്പം കിട്ടുന്ന ഈ ഒരു സ്പേസ് നഷ്ടമാവാതെ അഡീഷണൽ ആയിട്ട് ഈ ഭാഗത്തേക്കാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഫസ്റ്റ് കിച്ചൺ ആണ്. നമുക്കിനി ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇവിടെയും നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നിട്ട് സെയിം ടൈലുകൾ തന്നെയാണ്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. 2 വിൻഡോസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് സെക്കൻഡ് കിച്ചന്റെ ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു മെയിൻ ഡോറ് കൂടാതെ പുറത്തേക്കുള്ള ഡോർ ആയതുകൊണ്ട് സേഫ്റ്റിക്കായിട്ട് ഇതൊരു ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കിണർ കാണാം. ഡ്രിങ്കിങ്ങിനുള്ള നമുക്ക് വാട്ടർ ഈ ഒരു കിണറിൽ നിന്നാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. തൃക്കാക്കര കാക്കനാട് ഭാഗങ്ങളൊക്കെ നമുക്കറിയാം നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയയാണ്. ബാക്ക് സൈഡിലുള്ള ഏരിയ എല്ലാം തന്നെ ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ടാണ് വളരെ ഭംഗിയാക്കിയിട്ടും സേഫ് ആയിട്ടും ഒക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം നോക്കുവാണെങ്കിൽ വുഡൻ ബേസ് ഇട്ടിട്ട് അകത്തെല്ലാം തന്നെ പ്യൂർലി ടഫൻ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന വഴിയിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഗ്ലോസി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കടന്നു വരുമ്പോൾ നേരെ റൂഫിൽ നോക്കി നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന വഴിക്ക് ഈ ഭാഗത്തും നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിങ്ങും അതിന് മുകളിലായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു സ്പോട്ട് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലത്തെ സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോർ വിസിബിൾ ആണ്. അത് ഇവിടുത്തെ ഹോം തിയേറ്ററിലേക്കുള്ള എൻട്രൻസ് ആണ്. നമുക്കിവിടെ ഹോം തിയേറ്റർ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫ്ലോർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ ഏരിയ തന്നെ ഹോം തിയേറ്ററിനായിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം കറന്റ്ലി നമുക്കിത് ഹോം തിയേറ്ററിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാത്തത് കൊണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ ഡോറുകളുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വിസിബിലിറ്റി ആണ് കിട്ടുന്നത്. ഒരു ഓപ്പൺ ബാൽക്കണി സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ബട്ട് നമുക്കിത് ഹോം തിയേറ്റർ ആയിട്ട് ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം തന്നെ ക്ലോസ് ചെയ്യാവുന്നതാണ്. മുകളിലെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ ആ സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോറ് പുറത്തേക്ക് കാണാം. ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ആ ഒരു CNC കട്ടിന്റെ മോഡലുള്ള ഒരു വർക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഇവിടെ വലിയൊരു റൗണ്ട് വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എലിവേഷൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വീടിന്റെ മെയിൻ അട്രാക്ഷൻ ഇത് തന്നെയാണ്. ഒരു വലിയ റൗണ്ട് കൊടുത്തിട്ട് അവിടെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു ഏരിയയെല്ലാം ഇന്നർ ഏരിയാസ് എല്ലാം തന്നെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ധൈര്യമായിട്ട് അവരിവിടെ കളിക്കാൻ വിടാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഹോം തിയേറ്റർ കണ്ടത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടിരുന്നത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെയർ കയറി വന്നതിന്റെ നേരെ ഫേസ് ആയിട്ടാണ് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ഒരു കിങ് സൈസ് കോട്ട് ഇട്ടാൽ പോലും ബാക്കി ഒരുപാട് സ്പേസ് വരുന്ന രീതിയിൽ വലിയൊരു ഏരിയ തന്നെയാണ് ബെഡ്റൂമിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഈ ഭാഗത്തും 3 വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ചെറിയ പെയിന്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിങ്സും അതിനിടയിലൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്സും ഫാൻ ഫിറ്റിങ്സും ഒക്കെയാണ് ഇവിടുത്തെ റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആ ഒരു സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയലിന്റെ വാർഡ്രോബും കളേഴ്സും എല്ലാം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഈ ഒരു വാർഡ്രോബ് സ്പേസ് കൂടാതെ ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വേറൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെൽഫുകളൊക്കെ തിരിച്ച് ഓപ്പൺ ഷെൽഫുകളൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മുടെ ഏകദേശം ഒരു ബെഡ്റൂമിന്റെ അത്രയും തന്നെ സൈസ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടൊരു ഗ്രേ കളറിൽ വൈറ്റ് ഡിസൈൻ വരുന്നൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഓൾറെഡി നമുക്ക് ഈ ഒരു നമുക്ക് എന്താ പറയുക നമുക്ക് കുളിക്കാനുള്ള ആ ഒരു ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് അതൊരു സെപ്പറേറ്റ് ഒരു കേജ് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ഒരു ലിവിങ് സ്റ്റൈലൊക്കെ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വേണമെന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ബെഡ്റൂം കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു ഹാളായിട്ട് തന്നെ നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും തന്നെ നമുക്കൊരു കിങ് സൈസ് കോട്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു വാളിൽ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് ഇവിടുത്തെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ആ ഒരു വോളിന്റെ പകുതി പോർഷൻ നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ റെഡ് ഷെയ്ഡ് എല്ലാം വരുന്നൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും വുഡൻ പാനലിങ്ങുകളും ലൈറ്റും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് ഡ്രസ്സിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും മിററും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ ജസ്റ്റ് കണ്ട ആ സെയിം അതേ വലുപ്പത്തിൽ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വലിയ ബാത്ത് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തൊരു ക്യാബിനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ വരുന്നത് ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ നമുക്ക് വേറെ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി പർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ്. പുറത്തേക്കുള്ള എല്ലാ ഡോറുകളും തന്നെ വളരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്ട്രാ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് സേഫ് ആക്കിയിരിക്കുന്നത്. ഈ ഏരിയ ആക്ച്വലി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ആണ്. ബട്ട് അതൊരു സ്പേസ് പോലും കളയാതെ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷനും നമുക്ക് വേസ്റ്റ് വാട്ടർ പോകാനൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ വിത്ത് മിററോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സറൗണ്ടിങ്സ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട, വളരെ സേഫ് ആയിട്ട് എല്ലാം സ്ലൈഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഡോറുകളും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് മുകളിലും താഴെയെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ ഗ്ലാസ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിൽ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. ടെറസിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പുകൾ കയറി പോകുന്ന ആ ഒരു എൻട്രൻസ് ഒരു ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടെറസിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 2 റൂമുകൾ ചേർന്ന ഒരു സ്പേസ് തന്നെയാണ് ഇവിടുത്തെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ഒരു വീടിന്റെ ബാക്കി ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര അമ്പലത്തിൽ നിന്നും തൃക്കാക്കര ടെമ്പിളിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. വളരെ ഭംഗിയുള്ളൊരു വീടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത് ചെയ്തിരിക്കുന്നത് 6.5 സെന്റ് ലാൻഡിലാണ്. 6.5 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 3800 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 3800 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂമുകളാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ഹോം തിയേറ്റർ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഗേറ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞത് റിമോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഗേറ്റ് ആണ് നമുക്ക് ഇതിനുള്ളത്. CCTV കണക്ഷൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 3 കാർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. അതുകൂടാതെ ഓൾറെഡി വാട്ടർ പ്യൂരിഫയറും ഇവിടെ ചെയ്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡ് ആയിട്ടും വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവായും ചെയ്തിരിക്കുന്ന ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 2,70,00,000 രൂപയാണ്. 2.70 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ കാണുന്ന വീട് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ
എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ വീട് നിങ്ങൾക്ക് മാർബിൾ ഹോംസ് വഴി മാത്രമാണ് സ്വന്തമാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ലോൺ ഫെസിലിറ്റിയോട് കൂടിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.